സംസ്ഥാനത്ത് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തനംതിട്ട തിരുവല്ലയിലെ കൺവെൻഷന് ശേഷം ഇപ്പോൾ നേമമണ്ഡലത്തിൽ റോഡ് ഷോ നടത്തുകയാണ്. വിജിൻ വായന്തോട് വിവരങ്ങളുമായി ചേരുകയാണ്. വിജിൻ, ഇപ്പോൾ റോഡ് ഷോ എവിടെ എത്തി? പ്രധാനമന്ത്രിയെ കാണാൻ അവിടെ വലിയ തോതിൽ NDA പ്രവർത്തകർ തടിച്ചുകൂടിയിട്ടുണ്ടോ? മഹേഷ്, എന്തായാലും തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വലിയ ആവേശം പകർന്നാണ് BJP ക്യാമ്പിനായി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തിയത്. കിള്ളിപ്പാലം മുതൽ, അതായത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്തുള്ള നേമമണ്ഡലത്തിന്റെ ഒരു തുടക്കം എന്നൊക്കെ പറയാൻ കഴിയുന്ന ഭാഗത്ത് കിള്ളിപ്പാലം മുതൽ കരമന വരെയായിരുന്നു പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. റോഡ് ഷോ ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. ഇരുവശത്തും, റോഡിന് ഇരുവശത്തുമായി പ്രവർത്തകർ നിന്ന് നരേന്ദ്രമോദി അഭിവാദ്യം ചെയ്തു. ഒപ്പം തന്നെ താമര ചിഹ്നം ഉയർത്തിക്കാട്ടിയായിരുന്നു പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് മോദിയുടെ റോഡ് ഷോ കടന്നുപോയത്. മോദിക്കൊപ്പം രാജീവ് ചന്ദ്രശേഖർ, ഒപ്പം തന്നെ V മുരളീധരൻ, R ശ്രീലേഖ, കരമന ജയൻ എന്നിവരാണ്. 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളാണ്. നേമമണ്ഡലത്തിലെ രാജീവ് ചന്ദ്രശേഖറും, ഒപ്പം തന്നെ കഴക്കൂട്ടം മണ്ഡലത്തിലെ V മുരളീധരനും, വട്ടിയൂർക്കാവിലെ R ശ്രീലേഖയും, തിരുവനന്തപുരം സെൻട്രലിലെ കരമന ജയനും ഉൾപ്പെടെയുള്ളവരാണ് ആ മോദിയുടെ വാഹന വ്യൂഹത്തിൽ ഉണ്ടായിരുന്നത്, ഒപ്പം ഉണ്ടായിരുന്നത്. അവരുമായാണ് ഈ റോഡ് ഷോ കരമനയിൽ നിലവിൽ സമാപിച്ചിട്ടുള്ളത്. തിരുവല്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞാണ് തിരികെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്തിയത്. അല്പസമയത്തിനകം നരേന്ദ്രമോദി തിരിക്കും. എന്തായാലും പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി വലിയ തരത്തിൽ അവർ പ്രതീക്ഷ വയ്ക്കുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങളായ നേമം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ അവൻ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് BJP ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്, NDA ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് നേമമണ്ഡലം, ഒപ്പം തന്നെ വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം മണ്ഡലങ്ങൾ ഉൾപ്പെടെ വലിയ വിജയം നേടാനാകും, അട്ടിമറി വിജയം നേടാനാകും എന്നുള്ള പ്രതീക്ഷയാണ്. അതിന് കൂടുതൽ കരുത്ത് പകർന്ന നിലയിലുള്ള റോഡ് ഷോയാണ് നിലവിൽ മോദി നടത്തിയത്. അതിനുശേഷം ആ റോഡ് ഷോ ഇപ്പോൾ സമാപിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിൽ നിന്നും പ്രധാനമന്ത്രി തിരിക്കും. ഓക്കെ, വിജിൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം അദ്ദേഹം ഡൽഹിക്ക് തിരിക്കും എന്നാണ് വിജിൻ റിപ്പോർട്ട് ചെയ്യുന്നത്.